കടൽ കടന്നെത്തിയ ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ഇറ്റാലിയൻ ഡിഷ്, ചിക്കൻ പാസ്ത വിത്ത് വൈറ്റ് സോസ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പാസ്ത തയ്യാറാക്കാനായി പെന്നെ പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ. ഇനി ഇതിലേക്ക് സവാള, ക്യാരറ്റ്, കുറച്ച് കളർഫുൾ ആവാനായിട്ട് 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ, ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര്, ചില്ലി ഫ്ലേക്സ്, പൊടിയായിട്ട് എരിഞ്ഞ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒറിഗാനോ, പാല്. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ച പാസ്ത കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുരുമുളകും ഉപ്പും ചെറുനാരങ്ങ നീരും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ പീസുകൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ചിക്കൻ്റെ കളറെല്ലാം മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ എന്ന് മാത്രം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ായിട്ട് വരുന്ന സമയത്ത് പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബട്ടർ മെൽറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട ശേഷം മൈദ ബട്ടറിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മൈദയിൽ തീരെ കട്ട പിടിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ മൈദയും ബട്ടറും നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് മൈദ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൈദയെല്ലാം പാലിൽ മിക്സായി നല്ലൊരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസാണ് ആഡ് ചെയ്യുന്നത്. ഈ ചീസും വൈറ്റ് സോസിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുന്നത്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രൈ ചെയ്ത ചിക്കനും വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി
ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ വേവിച്ചു വെച്ച പാസ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാസ്ത വിത്ത് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. പാസ്ത ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെയൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.